നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്നലെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. 16 സംസ്ഥാനങ്ങളിൽ നിന്നായി 195 സ്ഥാനാർത്ഥികളെയാണ് ബിജെപി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സ്ഥാനാർത്ഥികളെ വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് ചില കൗതുകകരമായ കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും. പുതുമുഖങ്ങൾക്ക് വലിയ പ്രാതിനിധ്യം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അനുഭവ സമ്പത്തുള്ള സ്ഥാനാർത്ഥികളെ ബിജെപി സസൂക്ഷ്മം നിലനിർത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ പട്ടികയിൽ 28 സ്ത്രീകൾ ഉൾപ്പെടെ 50 വയസ്സിന് താഴെയുള്ള 47 സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്നതും വലിയ നേട്ടം തന്നെയാണ്. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ബിജെപിയുടെ ദേശീയ തലത്തിലുള്ള ഒരു നേതാക്കളും പറയാത്ത ചില ഒളിച്ചിരിക്കുന്ന സൂചനകൾ കൂടി ഈ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാനാർത്ഥികളെ ബിജെപി പ്രഖ്യാപിച്ചതെന്ന് നമുക്ക് ഈ 5 പോയിന്റുകൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാകും. ഒന്നാമതായി, മുൻ മുഖ്യമന്ത്രിമാരെ ബിജെപി സ്ഥാനാർത്ഥിയാക്കി എന്നുള്ളതാണ്. ഈ മുൻ മുഖ്യമന്ത്രിമാരെ വെറുതെ സ്ഥാനാർത്ഥിയാക്കിയതല്ല, മറിച്ച് അത്ര കണ്ട് മികച്ച പ്രകടനം നടത്തിയ മുഖ്യമന്ത്രിമാരെ മാത്രമാണ് ബിജെപി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കളത്തിലിറക്കിയിരിക്കുന്നത്. മധ്യപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാൻ, അസമിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന സർബാനന്ദ സോനോവാൾ, ത്രിപുരയുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ബിപ്ലബ് കുമാർ ദേവ് എന്നിവരെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഗോദയിൽ ഇറക്കുന്നുണ്ട്. ഈ 3 മുഖ്യമന്ത്രിമാരും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളവർ തന്നെയാണ്. അടുത്തതായി ന്യൂ ജനറേഷൻ നേതാക്കളാണ്. ഈ ന്യൂ ജനറേഷൻ നേതാക്കളിലാണ് അന്തരിച്ച മുൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന്റെ മകളായ ബാംസുരി സ്വരാജും അതിനോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള മുൻ പ്രതിരോധ മന്ത്രിയായ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ഉൾപ്പെടെയുള്ള ആളുകളും രംഗത്തെത്തിയിരിക്കുന്നത്. ഇവർക്കൊക്കെ നൽകിയിരിക്കുന്ന മണ്ഡലങ്ങളും വളരെ പ്രാധാന്യമുള്ള മണ്ഡലങ്ങൾ തന്നെയാണ്. അനിൽ ആന്റണി പത്തനംതിട്ടയിൽ നിന്ന് മത്സരിക്കുമ്പോൾ സുഷമ സ്വരാജിന്റെ മകളായ ബാംസുരി സ്വരാജ് ന്യൂദില്ലിയിൽ നിന്നുമാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. അങ്ങനെ പുതുമുഖങ്ങൾക്ക് കൃത്യമായ പ്രാതിനിധ്യം ബിജെപി കൊടുക്കുന്നുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അടുത്തതായി വിജയസാധ്യത തന്നെയാണ്. ഈ വിജയസാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനെയും തൃശൂരിൽ സുരേഷ് ഗോപിയെയും മറ്റും ബിജെപി അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ രാജീവ് ചന്ദ്രശേഖരെ തിരുവനന്തപുരത്ത് ഇറക്കുന്നതിലൂടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനുള്ള ഒരു വലിയ ലക്ഷ്യം കൂടി ബിജെപി മുന്നിൽ കാണുന്നുണ്ട്. അങ്ങനെ ബിജെപി കോട്ട അല്ലെങ്കിൽ ബിജെപിക്ക് ഉറപ്പായും നേടാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്ന മണ്ഡലങ്ങളിൽ അവർ മുൻപ് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നവരാണോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം മാത്രം നടത്തിയവരാണോ എന്നൊന്നും പരിഗണിക്കാതെ തന്നെ വിജയ സാധ്യത മാത്രം മുൻനിർത്തി മറ്റ് ചില സ്ഥാനാർത്ഥികളെ കൂടി ചില സംസ്ഥാനങ്ങളിൽ ബിജെപി അണിനിരത്തിയിട്ടുണ്ട്. അടുത്തതായി ജാതി അടിസ്ഥാനത്തിലുള്ള പ്രാതിനിധ്യം തന്നെയാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ 29% പിന്നാക്ക ജാതിക്കാരെ ബിജെപി പട്ടികയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. 57ഓളം വരും ആ സംഖ്യ എന്ന് പറയുന്നത്. 27 സ്ഥാനാർത്ഥികളാണ് പട്ടികജാതി വിഭാഗത്തിൽ നിന്നും എത്തിയിരിക്കുന്നത്. 9% പട്ടികവർഗക്കാരെയും ബിജെപി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് 18ഓളം സ്ഥാനാർത്ഥികളാണ് ഈ ഒരു പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും ബിജെപിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അടുത്തതായി ദില്ലിയിലെ മാത്രമായ ഒരു പ്രത്യേക സാഹചര്യം കൂടി പറയുന്നുണ്ട്. നമുക്കറിയാം, ദില്ലിയിൽ മനോജ് തിവാരിയെ മാത്രമേ ബിജെപി നിലനിർത്തിയിട്ടുള്ളൂ. മീനാക്ഷി ലേഖി ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരെ പോലും മാറ്റിക്കൊണ്ടാണ് ദില്ലിയിൽ മൊത്തത്തിലൊരു അഴിച്ചുപണി ബിജെപി നടത്തിയിരിക്കുന്നത്. കാരണം അവിടുത്തെ ആം ആദ്മി പാർട്ടിയുടെ സാന്നിധ്യം തന്നെയാണ്. ആം ആദ്മി പാർട്ടിക്ക് ഒരു കാരണവശാലും ദില്ലി വിട്ടുകൊടുക്കില്ല എന്നുള്ള ബിജെപിയുടെ ഒരു ശക്തമായ ലക്ഷ്യം. അതിനോടൊപ്പം തന്നെ തലസ്ഥാനത്തുള്ള ചില തർക്കങ്ങളുണ്ട്. അവിടെ ഭരണസിര കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ തലസ്ഥാനത്ത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് പുതിയ സ്ഥാനാർത്ഥികളെ ബിജെപി ഇറക്കിയിരിക്കുന്നത്. ബാംസുരി സ്വരാജ് ഉൾപ്പെടെയുള്ളവർ ന്യൂദില്ലിയിൽ നിന്നും മത്സരിക്കുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല. അങ്ങനെ മോദി പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് തന്ത്രങ്ങൾ ഈ സ്ഥാനാർത്ഥി പട്ടിക വിശകലനം ചെയ്താൽ നമുക്ക് ഇനിയും ലഭ്യമാകും. നിലവിൽ എന്തായാലും ബിജെപിയുടെ ഈ സ്ഥാനാർത്ഥി പട്ടിക വലിയ തോതിൽ തന്നെ ദേശീയ തലത്തിൽ ചർച്ചയാവുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സിറ്റി മലയാളം.